ലതികയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് യാതൊരു മാറ്റവും വരാത്തതിലാണ് എനിക്ക് അതിശയം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അതൊക്കെ പിന്നെ മതി. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തമ്മിൽ ആദ്യം കാണുന്നതല്ലേ. കണ്ട് കൊതി തരട്ടെ. ലതിക ഇരിക്കും. ആളിന്റെ ആകൃതിക്ക് മാറ്റമുള്ളൂ, സ്വഭാവം എല്ലാം പഴയപടി തന്നെ. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ ലതികയ്ക്ക് അയച്ച കത്ത്. എന്താ ആ കത്ത് കിട്ടിയില്ലേ? ഇല്ല. പോസ്റ്റൽ തകരാറായിരിക്കും. നാളെ കിട്ടും. അദ്ദേഹം വന്നു. ഭർത്താവല്ലേ, പോയി സ്വീകരിച്ചോളൂ. സുധി, ഞാനുടനെ പോയേക്കാം. ലതികയെ ആ കിളവന്റെ കൂടെ കാണുന്നത് എനിക്കിഷ്ടമല്ല. ചെല എന്താ ഉറങ്ങുകയായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. ലതിക കൂടെ ഇല്ലാത്ത ഒറ്റ കുറവേ ഉണ്ടായിരുന്നു. മുതലാളി, വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. ബ്രേക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നാളെ കാലത്ത് എനിക്ക് കളക്ടറെ കാണാൻ പോണം. അതിനു മുമ്പ് കിട്ടും. ആ ശരി. സഹായത്തിന് ആരെങ്കിലും നിർത്താൻ പറഞ്ഞ ലതിക എന്താ അനുസരിക്കാത്തത്? എല്ലാ വേലയ്ക്കും ആളെ നിർത്തിയ എനിക്കിവിടെ എന്തെങ്കിലും ജോലി വേണ്ടേ? നിനക്കിവിടെ കൂട്ടിനൊരാളുണ്ടാവുമല്ലോ. നിങ്ങളില്ലാത്തപ്പോ ആ ഡ്രൈവറുടെ മകൾ എപ്പോഴും ഇവിടെ തന്നെയാ. ഈ കോൺഫറൻസ് മാറ്റി വെച്ച ഉടനെ ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത് നീ ഇവിടെ ഒറ്റയ്ക്കല്ലേന്ന് കരുതിയിട്ടാ. ഈ കോൺഫറൻസിന് പോകുമ്പോ ഞാനും കൂടെ വരാം. കൂടെ വരുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. അവിടെ നടക്കുന്ന ആചാരങ്ങളുമായിട്ട് നിനക്ക് പൊരുത്തപ്പെടാൻ കഴിയുമോ എന്നാ പേടി. അക്കാര്യത്തിൽ പേടിക്കണ്ട, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ശരി, അടുത്ത മാസം നമുക്ക് ഒരുമിച്ച് പോവാം.